നമ്മുടെ സ്റ്റുഡൻസിനുള്ള വെബിനാർ അല്ല ഷനാമിക അല്ലെങ്കിൽ പാരന്റ് ജോയിൻ ചെയ്തതായി കാണുന്നുണ്ട്. ഫൗണ്ടേഷനെ കുറിച്ച് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് അനാമികക്ക് പറയാം. ഇഫ് യു ആർ ദർ, അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഹലോ സർ. യെസ് സർ, ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഫീ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ചതല്ലായിരുന്നു. പക്ഷേ ഇപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ വർക്ക് ബുക്കൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാരണം JEE, നീറ്റ്, ഒളിമ്പ്യാഡ് എക്സാംസിൻ്റെ ഒക്കെയാണ് ഞങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് റെക്കോർഡഡ് സെഷൻസിലും ലൈവ് സെഷൻസിലും ഒക്കെ ആയിട്ട് കവർ ചെയ്ത് പോകുമ്പോൾ തന്നെ ഒരു ഭയങ്കര കോൺഫിഡൻസ് ആണ് സർ. പിന്നെ അതേപോലെ തന്നെ ശരിക്കും ഇപ്പൊ ആവറേജ് സ്റ്റുഡൻസിനെ കിട്ടുമെന്ന് ചോദിച്ചില്ല, ആ ഒരു സംശയം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ബേസിക് മാത്ത് കോഴ്സ് ആയാലും ഒക്കെ കവർ ചെയ്ത് പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ട്, കിട്ടും, ചെയ്യാൻ പറ്റും. പിന്നെ ISROയുടെ യുവിക പ്രോഗ്രാമിൽ ഞാനും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ 9th-ലാണ്. അതിനുവേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതേപോലുള്ള കുറെ എക്സാമിനെ കുറിച്ച് എനിക്കിതിൽ നിന്ന് രാമാനുജൻ അങ്ങനെ അതേപോലത്തെ സ്കോളർഷിപ്സ്, അങ്ങനെ കുറെ സ്കോളർഷിപ്പിനെ കുറിച്ച് എനിക്ക് എക്സാം ലേണിംഗ് വഴി ബാച്ചിൽ ജോയിൻ ചെയ്തതിന് ശേഷമൊക്കെ ഇൻഫോം ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ മെന്റേഴ്സ് പറയാതിരിക്കാൻ വയ്യ, എന്ത് ചോദിച്ചാലും എപ്പോൾ ചോദിച്ചാലും മെന്റേഴ്സ് അപ്പം ഇൻഫോം ചെയ്യും. അത്രേ ഉള്ളൂ സാർ. ഓക്കെ, എവിടെ അനാമികയുടെ വീട് എവിടെയാണ്? എൻ്റെ വീട് ഞാൻ ജോയിൻ ചെയ്ത എൻ്റെ വീട് എറണാകുളത്താണ്. ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഞാൻ USSനും NMMSനും വേണ്ടിയിട്ട് ക്ലാസ് കാണുമായിരുന്നു. അങ്ങനെ അറിഞ്ഞ് ജോയിൻ ചെയ്ത സർ. താങ്ക് യു അനാമിക ഫോർ ഷെയറിംഗ് യുവർ ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പൊ ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന് ഞാൻ ജസ്റ്റ് ആൻസർ ചെയ്യാം. ഏതാണ് IIIT? IIIT എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അവിടെ കൂടുതലും കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകളാണ് അവിടെ ഉള്ളത്. ഈസ് ദിസ് ഓൺലി ഫോർ സ്റ്റുഡൻസ് ഹു വിഷ് ടു സ്റ്റഡി എഞ്ചിനീയറിംഗ്? അല്ല, ഇത് ഇൻ ജനറൽ ഇത് IITസിലോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഐ എം കൺഫ്യൂസ് ഇൻ സെലക്ടിങ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ്, ഗിവ് മീ അബൌട്ട് ഇറ്റ്. ഇത് എനിക്ക് നിങ്ങളുടെ ചാനൽ, എന്റെ ചാനൽ അൺലേൺ വിത്ത് അജ്മൽ നോക്കാം. ഭൂരിഭാഗം എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിനെ കുറിച്ചും ഓരോന്നിനെ കുറിച്ചും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ പോയി കണ്ടു നോക്കുക. ഇവിടെ നമുക്ക് എല്ലാ ബ്രാഞ്ചസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഐ എം 37 years old. I want to change my field, so I am here to know more about IT field. സോറി, ഇത് അതിനുള്ള ഒരു അപ്സ്കില്ലിംഗ് അവന്യൂ അല്ല. സോ സോറി ഫോർ ദാറ്റ്. മക്കൾ സേഫ് ആണ്? അവിടെ കുറെ സൂയിസൈഡ് കേസ് ഒക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനൊന്നുമില്ല. സൂയിസൈഡ് എല്ലായിടത്തും ഹാപ്പൻ ചെയ്യുന്നതാണ്. പിന്നെ IITസിൽ വരുമ്പോൾ അതിന് സ്പെഷ്യൽ മാധ്യമ ശ്രദ്ധ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ജനറലി വളരെ സേഫ് ആണ്. അങ്ങനത്തെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ നിങ്ങൾക്ക് ഉണ്ടാവില്ല. വളരെ കൂളായിട്ടുള്ള ഒരു അക്കാഡമിക്സ് ആണ്. ആക്ച്വലി ഒരു വർഷം 4 മാസമാണ് IITയിൽ ലീവ് ഉള്ളത്. ഇങ്ങനത്തെ ഒരു കോളേജ് വേറെ ഉണ്ടാവില്ല. ഒരു വർഷം 4 മാസം വെക്കേഷൻ ഉള്ള വേറൊരു കോളേജ് ഉണ്ടാവുമോ? നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും മെഡിക്കൽ കോളേജ് ഉണ്ടാവും? ഇല്ല. ഓക്കെ, പാലക്കാട് IIT എങ്ങനെ, നല്ലതാണോ? പാലക്കാട് IIT ഇസ് എ ഡീസെന്റ് IIT. പുതിയ IIT ആണ്. അപ്പോൾ കോഴിക്കോട് NIT-നേറ്റൊന്നും നമുക്ക് അങ്ങനെ കമ്പയറബിൾ അല്ല. കോഴിക്കോട് NIT ആയിരിക്കും പാലക്കാട് IIT-യേക്കാളും ബെറ്റർ. ഓക്കെ, അപ്പൊ അത് മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. IIST പഠിച്ചാൽ മാത്രമാണോ ISROയിൽ കിട്ടുള്ളൂ? IIT മദ്രാസിൽ പറ്റില്ല? പറ്റും. IST പഠിച്ചാൽ നിങ്ങൾക്ക് ISROയിൽ മാത്രമേ ജനറലി പോകാൻ പറ്റുള്ളൂ. IIT മദ്രാസ് പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് ഫീൽഡിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. ISROയുടെ വേറെ സ്പെഷ്യൽ അഡ്മിഷൻ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് IIT മദ്രാസിൽ പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഓക്കെ, ഫൈൻ. റാദർ ദാൻ മാത്സ്, വിച്ച് സബ്ജക്ട് വിൽ ബി നീഡഡ് മോർ ഫോർ IIT ആസ്പിറൻസ്? മാത്സിനെക്കാളും കൂടുതൽ ഫിസിക്സും കെമിസ്ട്രിയും. ആസ്പിറൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്ട് ഞാൻ പറയാം കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിശ്ചയിക്കുക. ഓക്കെ, is there scope in the future for software engineering? ഡെഫിനറ്റ്ലി ഉണ്ട് സ്നിഗ്ധ. കാരണം ഇത്തരം ChatGPT, AI പോലത്തെ സിസ്റ്റംസ് ബിൽഡ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അപ്സ്കിൽ ചെയ്യണം. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ഒരു സെഗ്മെന്റിന്റെ കാലം, ജസ്റ്റ് ഒരു പ്രോഗ്രാമിന്റെ കാലം കഴിഞ്ഞു. ഇനി എന്തിലോട്ടാണ് വരുന്നത്? ഇനി AI പോലത്തെ സംഭവങ്ങളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ലേറ്റ് ആണ്, എനിക്ക് MP സബ്ജക്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ 9th-ലാണ്, ഞാൻ എന്താ ചെയ്യുക? ഇനി നമ്മൾ ഫൗണ്ടേഷൻ പോലത്തെ പ്രോഗ്രാംസിൽ ജോയിൻ ചെയ്യുക, മാത്സ് സ്ട്രോങ് ആക്കുക. ഓക്കെ, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങിയാൽ, ഇപ്പൊ 9th-ലായിട്ടുള്ളൂ, ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് എന്തായാലും നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. സോ ഡോണ്ട് വറി. ചെറുപ്പത്തിലെ കോച്ചിങ് ആക്കിയാൽ മക്കൾ ഇപ്പോൾ കളിക്കും. ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ഒരു അരമണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾ കുട്ടികളുടെ കളികളൊന്നും നിങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നീട് കളികളൊക്കെ അല്ലെങ്കിൽ കുട്ടികളുടെ എല്ലാ വിധത്തിലുള്ള എൻജോയ്മെന്റും ഒഴിവാക്കുന്നത് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. എൻട്രൻസ് എന്നുള്ളത് സമയമെടുത്താൽ ആർക്കും ചെയ്യാവുന്ന ഒന്നാണ്. ഇപ്പൊ 2 വർഷം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ചെയ്യുന്നതിന് പകരം നമ്മളത് 5 വർഷം കൊണ്ട് ചെയ്യുന്നു. നമ്മൾ കൂടുതൽ സമയം കുട്ടികൾക്ക് കൊടുക്കുന്നു. അതാണ് ചെയ്യുന്നത്. അല്ലാതെ കുട്ടികളുടെ സന്തോഷമുള്ള സമയങ്ങളോ അവരുടെ ഇതൊന്നും ഒഴിവാക്കുന്നില്ല. VFX ആനിമേഷൻ കോഴ്സിന് സ്കോപ്പ് ഉണ്ടോ? നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് അതിൽ സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കോഴ്സ് ഉണ്ടാവും. ഫ്യൂച്ചറിൽ എഞ്ചിനീയറിംഗ് സ്കോപ്പിന് കുറവാണെന്ന് കേട്ട് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. എഞ്ചിനീയറിംഗിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ്.
Can a student who graduate from 10th 11 join any of these courses? Join ചെയ്യാം, ബട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അതിന്റെ ഡിസ്ക്ലൈമർ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു, ഞങ്ങൾ ഓൾറെഡി ക്ലാസ്സസ് തുടങ്ങിയിട്ടുണ്ട്. ഇഫ് യു ആർ ഓക്കെ വിത്ത് ദാറ്റ്, ജസ്റ്റ് കോൺടാക്ട് ദിസ് നമ്പർ. നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം, എന്നിട്ട് ജോയിൻ ചെയ്യാം. Can I trust X and Y 100% to get top rank in JEE from basic to advanced? ഓക്കെ. നിങ്ങൾക്ക് X and Y അല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഗ്യാരണ്ടി അല്ല 100% നിങ്ങൾക്ക് JEE അഡ്വാൻസ്ഡ് നല്ല റാങ്ക് കിട്ടും എന്നുള്ളതൊന്നും. പക്ഷെ എനിക്ക് പറയാവുന്ന ഒന്നുണ്ട്, നിങ്ങൾ നന്നായി പഠിച്ചാൽ, ഞങ്ങളുടെ കൂടെ നിങ്ങൾ 100% അറ്റൻറ്റീവ് ആയിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് റാങ്ക് കിട്ടും, നിങ്ങൾ നല്ലൊരു സ്ഥലത്തെത്തും. അത് പറയാൻ പറ്റും. അല്ല, നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പോയാൽ അത് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, സോ ഐ വിൽ ബി വെരി ഫ്രാങ്ക് അബൌട്ട് ഇറ്റ്. വീക്ക്ലി ഹൗ മെനി ക്ലാസ്സസ്? 8, 9, 10 ആണെങ്കിൽ 4 ക്ലാസ്സസ് പ്ലസ് 2 ലൈവ് സെഷൻസ്. അല്ല എന്നുണ്ടെങ്കിൽ 3 ക്ലാസ്സസ് പ്ലസ് 1 ലൈവ് സെഷൻ ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ബിടെക്കിനെ കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം CS-ന് പോവുക, എന്നിട്ട് AI ബിടെക്കിന് MTech-നൊക്കെ നിങ്ങൾക്ക് പോവാം. നേരിട്ട് ബിടെക് AI എടുക്കാതിരിക്കുക, കാരണം പല സ്റ്റുഡൻസിനും അറിയില്ല എന്താണ് AI എന്നുള്ളത്, അതിന് എത്രത്തോളം മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് വേണം എന്നുള്ളത്. 10th ടെക്നിക്കൽ സ്കൂളാണ്, നോ ഇഷ്യൂസ്. കുട്ടികൾക്ക് കളിക്കാൻ സമയം കിട്ടില്ല, കിട്ടും. വാട്ട് ഈസ് NIT? NIT ഈസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. വിച്ച് ഈസ് ബെസ്റ്റ് ബ്രാഞ്ച്? അങ്ങനെ ഒരു ബ്രാഞ്ച് ഇല്ല, നിങ്ങളുടെ താല്പര്യമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ബ്രാഞ്ച് ഇപ്പോൾ ജനറലി ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും ആണ്. ചാനൽ നെയിം, എൻ്റെ ചാനൽ നെയിം ആണ് എന്നുണ്ടെങ്കിൽ അൺലേൺ വിത്ത് അജ്മൽ എന്നുള്ളതാണ് എൻ്റെ ചാനൽ നെയിം. ആഫ്റ്റർ +2 പ്രിപ്പറേഷൻ ചെയ്താൽ കിട്ടില്ല എന്നുണ്ടോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ആഫ്റ്റർ +2 മാത്രം പ്രിപ്പറേഷൻ തുടങ്ങിയാൽ JEE കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരാൾക്ക് കിട്ടൂല എന്ന് പറയാൻ ഞാനാണല്ല, ചാൻസ് കുറവാണ്. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. 10th ആയാലും 11th ആയാലും 8th ആയാലും ഒക്കെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്താൽ അത്രയും ബെസ്റ്റ് ചാൻസ് ഉണ്ടാവും. എത്ര വർഷത്തിനാണ് ഫൗണ്ടേഷൻ കോഴ്സ്? ഇതൊരു വർഷത്തെ പ്രോഗ്രാം ആണ്. പിന്നെ ഓരോ വർഷം 7th 8th 9th അനുസരിച്ച് നിങ്ങളുടെ സ്കൂൾ പോലെ തന്നെ അപ്ഗ്രേഡ് ചെയ്ത് വരും. നമ്മൾ പറഞ്ഞ ഫീ കാര്യങ്ങളൊക്കെ ഒരു വർഷത്തോട്ടുള്ളതാണ്. 2025 ആസ്പിറൻസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? 2025 ആസ്പിറൻസ് പറഞ്ഞപ്പോൾ +2കാരായിരിക്കും. +1 വീണ്ടും ഇതിന്റെ കൂടെ പഠിച്ചുകൊണ്ടേയിരിക്കുക. +2ന്റെ കൂടെ +1 റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ്സ് ദ ഓൺലി തിങ് ഐ വാണ്ട് ടു സേ. ഐ വാണ്ട് ടു ലേൺ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഇസ് ദർ എ കോഴ്സ് ഫോർ ഇറ്റ് ഇൻ IIT? ഉണ്ട്. IIT മദ്രാസിൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ ഇൻ ഓട്ടോമോട്ടീവ് ഡിസൈൻ ഉണ്ട്. എനിക്കൊരു സെഷൻ കിട്ടുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കാം. ഇത് ഒരു സെഷനാണല്ലോ. കുട്ടികൾ അങ്ങനത്തെ കൂടുതൽ എക്സ്പോഷർ നിങ്ങൾ കൊടുക്കുക. അപ്പൊ അവരെന്നെ ഫിഗർ ഔട്ട് ചെയ്യും എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അവർക്ക് കൂടുതൽ അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളുടെ എക്സ്പോഷർ കൊടുക്കുക. NRI സ്റ്റുഡൻസിന് IITs കയറാൻ പറ്റുമോ? പറ്റും. JEE അഡ്വാൻസ്ഡ് എഴുതണം. പൈലറ്റ് ഒക്കെ എക്സാംസ് അല്ല, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. ചാനൽ നെയിം ചോദിച്ചിട്ടുണ്ട്, ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട്. മെർച്ചന്റ് നേവി ഓപ്പർച്യൂണിറ്റിക്ക് ഏത് കോഴ്സാണ് എടുക്കേണ്ടത്? എല്ലാ ബിടെക്കും പറ്റുമോ? നിങ്ങൾ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് എടുക്കുക. IMU CET എന്ന് പറയുന്ന എക്സാം ഉണ്ട്. IMU CET എക്സാം എഴുതിയിട്ട് ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് എടുക്കുക. ഡാറ്റാ സയൻസ് നല്ലൊരു ഫ്യൂച്ചറിക് കോഴ്സ് ആണോ? ഡെഫിനറ്റ്ലി. സാർ, ഞാൻ വേറെ പ്ലാറ്റ്ഫോമിൽ ചേർന്നു, പക്ഷേ എനിക്ക് ഇതിൽ ചേരാൻ താല്പര്യമുണ്ട്. പക്ഷേ 12 പറ്റുകയുള്ളൂ. 12 നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ആ സമയത്ത് നമ്മൾ ഓപ്പൺ ആക്കുകയാണെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ. പിന്നെ NIT or IIT? ഡെഫിനറ്റ്ലി IIT. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ടൈം ഫോർ ലൈവ് സെഷൻ. ലൈവ് സെഷൻസ് പൊതുവെ ഈവനിങ്ങിലാണ് ഉണ്ടാവുക. ആഫ്റ്റർ 7 o'clock ആണ് ലൈവ് സെഷൻസ് ഉണ്ടാവുക. റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് ഏത് സമയവും കേൾക്കാൻ സാധിക്കും. പ്രോഗ്രാമേഴ്സ് സ്കോപ്പ്. പ്രോഗ്രാമേഴ്സിന് എന്താ, പ്രോഗ്രാമേഴ്സ് നന്നായി പ്രോഗ്രാം അറിയുന്ന ആൾക്കാർക്ക് സ്കോപ്പ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 7th ഫൗണ്ടേഷനിൽ പഠിക്കുന്നവർ ഇപ്പോഴേ 8th ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്യണോ? ഇല്ല, ഇപ്പൊ 7th ഫൗണ്ടേഷൻ പഠിക്കുന്നവർ 7th കണ്ടിന്യൂ ചെയ്യുക. അടുത്ത വർഷം 8th ജോയിൻ ചെയ്യാം. +1 +2 ഇന്റഗ്രേറ്റ് ആയി JEE ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും. നിങ്ങൾ നന്നായി പഠിച്ചാൽ പറ്റും. നല്ല കോച്ചിങ് നിങ്ങൾക്ക് ലഭിച്ചാൽ പറ്റും. ഡോണ്ട് വറി. ഞാൻ AI ആൻഡ് ഡാറ്റാ സയൻസ് റിലേറ്റഡ് കുറച്ച് കോഴ്സസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ബിടെക് ആർട്ടിഫിഷ്യൽ ഡാറ്റാ സയൻസിനെ കുറിച്ച് എന്താ അഭിപ്രായം? നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇഫ് യു നോ ദാറ്റ്സ് യുവർ ഫീൽഡ്, നിങ്ങൾക്ക് ബിടെക് AI ഡാറ്റാ സയൻസ് എടുക്കാം. പക്ഷെ നല്ല കോളേജിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, നല്ല കോളേജിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുക. ദാറ്റ്സ് ബെസ്റ്റ്. VHS എടുക്കുന്നതിൽ എന്താ അഭിപ്രായം? നിങ്ങൾക്ക് JEEക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ VHS സജസ്റ്റ് ചെയ്യൂല. ഓക്കെ, ഞാൻ VHS സജസ്റ്റ് ചെയ്യൂല. ഞാൻ പ്യുവർ സയൻസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ഡാറ്റാ സയൻസിന് വേണ്ടി പ്രോഗ്രാമിംഗ് പഠിക്കണോ? ഡെഫിനറ്റ്ലി പഠിക്കണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യാം.
നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചോ മറ്റോ എന്തെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. നിങ്ങൾക്ക് ചോദിക്കാൻ ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ അവസരം തരാം. ഹായ്, യെസ്. എന്റെ പേര് ഷഹനാസ് എന്നാണ്. എന്റെ ഡൗട്ട്, മോന് 6th പഠിക്കുന്നത് ഇപ്പോഴ്. ഓക്കെ. ആള് നന്നായിട്ട് നന്നായിട്ട് പഠിക്കുന്ന വെച്ചാല് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ്. മോന് ബോർഡർ ലൈൻ ADHD ഉണ്ട്. അപ്പോ അവന് മാക്സിമം ഞങ്ങൾ മെയിൻലി അവന്റെ ബിഹേവിയറിനും കളിയിലുമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ വെച്ചാൽ അവന് നന്നായിട്ട് പഠിക്കാനുള്ള ഒരു ടാലന്റ്, അക്കാഡമിക്കലി എന്ത് ചെയ്താലും അവന് 95% മാർക്ക് കിട്ടാറുണ്ട്. പിന്നെ നന്നായിട്ട് ബുക്സ് ഒക്കെ വായിക്കും. പക്ഷെ വെച്ചാൽ നിങ്ങളുടെ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അങ്ങനെ മോനെ ഇരുത്താൻ പറ്റില്ല. ലൈക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഒരുപാട് സമയം അങ്ങനെ ഇരുത്തുക. അവൻ എഴുതില്ല, പക്ഷെങ്കില് എന്താണ് അവന് സ്റ്റോറീസ് ഒക്കെ എഴുതും, അത് ടൈപ്പ് ചെയ്തിട്ടാ. പിന്നെ എന്താ പറയാ, എക്സാമിന് മാത്രമേ എഴുതുള്ളൂ, നോട്ട്സ് ഒക്കെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന ആ ടൈപ്പ് അല്ല. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ കോച്ചിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു കണ്ടിന്യൂസ് ലേണിംഗ് എഫേർട്ട് വേണ്ട ഒരു കാര്യമല്ലേ? ഞാൻ നിങ്ങളോട് പറയുന്നത് 6th അല്ലേ, ഇറ്റ് മൈറ്റ് ബി എ ഗുഡ് ഓപ്ഷൻ ഫോർ യു ടു ട്രൈ. കാരണം ഞങ്ങൾ 6th 7th കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒന്നുകൂടി ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടും അതേപോലെ തന്നെ വലിയ ലേണിംഗ് ടൈം എടുക്കാതൊക്കെയാണ്. ഓക്കെ, അപ്പോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മേ ബി യു ക്യാൻ ട്രൈ. ഇഫ് ഇറ്റ് ഡസൻ വർക്ക് ഔട്ട്, ഓരോ കിഡ്സിനും ഓരോ സ്പെഷ്യൽ നീഡ് ഉണ്ടാവും, റൈറ്റ്? അപ്പൊ ഇത് വർക്ക്ഔട്ട് ആവുന്നില്ല, മേ ബി ഇറ്റ് വിൽ വർക്ക് ഔട്ട് ബെറ്റർ ഫോർ യു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഓൺലൈൻ ലേണിംഗിന്റെ പോസിബിലിറ്റി ഓഫ്ലൈൻ ലേണിംഗിനേക്കാളും അപാരമാണ്. ഇവർക്ക് പല സ്കൂളിൽ മേ ബി ഒരു അരമണിക്കൂർ എടുക്കേണ്ട കൺസെപ്റ്റ് ഇവർക്ക് 10 മിനിറ്റ് മതിയാവും ഇവർക്ക് ഇവിടെ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ അങ്ങനത്തെ ലോങ്ങർ ലെക്ചേഴ്സ് കൊടുക്കാറില്ല, ചെറിയ ചെറിയ കണ്ടന്റ് ആക്കിയിട്ടാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ നിലക്ക് ഇങ്ങനത്തെ ഒരു അറ്റൻഷൻ ഡെഫിഷ്യൻസിന്റെ പ്രശ്നമൊന്നും വല്ലാതെ അവർക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ യു ക്യാൻ ട്രൈ ഔട്ട് എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ഇഫ് ഇറ്റ് വർക്ക്സ് ഔട്ട് ബെറ്റർ, ഐ തിങ്ക് ദാറ്റ് വിൽ ബി വെരി വണ്ടർഫുൾ, റൈറ്റ്? അവർക്ക് നല്ലൊരു ലേണിംഗ് കർവ് കിട്ടും. അല്ല, ശരിക്കും എനിക്ക് മോന്, കാരണം അവന് ആ ടാലന്റ് ഉണ്ട്, എനിക്ക് അവനൊരു ബെറ്റർ പ്ലേസിൽ എത്തണമെന്നുണ്ട്. പക്ഷെ അവൻ അവെയർ അല്ല, മനസ്സിലായോ? അവന് ഫുട്ബോൾ 6ാം ക്ലാസ്സിലെ കളിക്കണം. കുട്ടിക്ക് സ്വാഭാവികമായിട്ട് അവയർനെസ് കുറവുണ്ടാവും. അല്ല, അങ്ങനല്ല, കാര്യങ്ങൾ അവന് പിയർ ഗ്രൂപ്പും ഫുട്ബോൾ പിന്നെ കളിക്കണം എന്നൊക്കെയുള്ള. അല്ല, ഒക്കെ കഴിക്കട്ടെ, അവർ ഫുട്ബോൾ കളിക്കട്ടെ, അവർ കളിക്കട്ടെ, അതൊക്കെ ചെയ്യട്ടെ. ഒരു 6ാം ക്ലാസ്സിലുള്ള കുട്ടികളല്ലേ, അവർ പരമാവധി കളി കാര്യങ്ങളായിട്ട് പോട്ടെ. അപ്പൊ പക്ഷെ കുറച്ച് സമയം മതിയാവും അവർക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ. മേ ബി ഇതായിരിക്കും അവർക്കൊരു ഡയറക്ഷൻ സെറ്റ് ചെയ്യാം, നമുക്കറിയില്ല. അവർക്ക് കൊടുത്താലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവൻ IIT-യുടെ ക്യാമ്പസ് കണ്ടപ്പോ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി, കാരണം അവിടെ ഓടാൻ പറ്റുമല്ലോ. എനിക്ക് എന്റെ മോനൊന്ന് ഓടി എനിക്ക് ഇരുന്ന് പഠിക്കല്ല, അവര് എൻജോയ് ചെയ്യുക. അവര് ഫിസിക്കൽ മെയിൻ, ഞാൻ അതല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടാവുക, ബിഹേവിയർ നന്നാവുക. താങ്ക് യു സോ മച്ച്, നല്ല സെഷൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻസ് ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം, റൈറ്റ്? കുറെ മെസ്സേജസ്, ഹൗ ടു ഓപ്പൺ മൈക്ക്, നിങ്ങൾക്ക് ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യാം. ഓക്കെ, ഷബാസ് ഷെരീഫ്, നിങ്ങൾക്ക് സംസാരിക്കാം, ഹാൻഡ് റൈസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതേപോലെ അദീബ്, പറഞ്ഞോളൂ. എന്റെ പേര് ഷബാസ് ഷെരീഫ്, ഞാൻ കണ്ണൂരിന്നാ വരുന്നത്. ഇപ്പൊ നീറ്റ് NG ഇപ്പൊ നമുക്ക് ഓൺലൈനിലാണോ ഓഫ്ലൈൻ ആണോ, ഇതാണ് ബെറ്റർ ഓപ്ഷൻ? ഇപ്പൊ എന്തിനാ പഠിക്കുന്നത്, 12th ആണോ? ഇപ്പൊ 10th കഴിഞ്ഞ പാട്. രണ്ടും കുഴപ്പമില്ല. ഓരോരുത്തരും ഇഷ്ടമാണ് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്നുള്ളത്. നിങ്ങൾക്ക് ഒരു ഇന്റഗ്രേറ്റഡ് സ്കൂളിങ്ങിലോട്ട് പോകാം, അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക ഓൺലൈൻ കോച്ചിങ്ങിലോട്ട് പോകാന്നുള്ളതാണ്. ഓൺലൈനിൽ ഇപ്പോൾ നല്ല ഓപ്ഷൻസ്, ക്വാളിറ്റി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എന്റെ അഭിപ്രായം ഒന്നെങ്കിൽ ഇന്റഗ്രേറ്റഡ് സ്കൂൾ ചേരുക, അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ് ചേരുക എന്നുള്ളത്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, അദീബ് അസ്ലൻ സംസാരിച്ചോളൂ. മൈക്ക് എടുക്കുന്നില്ല. റഫീദ ബജ്ല സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്യാം, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. ഹലോ സാർ, പറഞ്ഞോളൂ. ഞാൻ അദീബ് അസ്ലാൻ. ഞാൻ 9th പഠിക്കുന്നത്. ഓക്കെ, JEE-ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് നീറ്റ് പ്രയാസമാകുമോന്ന്? JEE ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ആണ് ചോദിക്കുക. നീറ്റിലെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയാണ് ചോദിക്കുക.
ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് നീറ്റിലെ ഫിസിക്സും കെമിസ്ട്രിയും ഈസിലി അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ബയോളജി അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബയോളജി അയാൾ പഠിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ട് ജെയ്ക്ക് വേണ്ടി മാത്രമല്ല, ജെയ്ക്ക് നീറ്റിനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ഓക്കെ, ബയോളജി നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതാണ് ചോദ്യമെങ്കിൽ. താങ്ക് യു സർ. ഓക്കെ, അമേലിയ സാറ സംസാരിച്ചോളൂ. ഹലോ സർ, യെസ്. ഞാനിപ്പോ 10th ചെയ്യുവാണ്. സ്റ്റേറ്റ് സിലബസ് ആണ്. അപ്പോ ഓക്കെ. 10th എനിക്ക് ജെയ്ക്ക് പോവാനായിരുന്നു താല്പര്യം. ഞാൻ എന്തിന്? ഇതുവരെ കോച്ചിങ് ഒന്നും ജെയ്ക്ക് പോവാം, ഓക്കെ, ഗുഡ്. എഞ്ചിനീയറിംഗ് പോവാം. ആ, അപ്പൊ ഞാൻ ഇതുവരെ കോച്ചിങ് ഒന്നും എടുത്ത് തുടങ്ങിയിട്ടില്ല. സോ 10th കഴിയുമ്പോൾ ഒരു CBSE ഒരു ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ പോവുമായിരിക്കോ ബെറ്റർ, അതോ സ്റ്റേറ്റിൽ തന്നെ പഠിച്ച് അതിന്റെ ഒപ്പം ഒരു ഈ പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത് ഓഫ്ലൈൻ ആയിട്ടോ ഓൺലൈൻ ആയിട്ടോ ക്ലാസ് ചെയ്യുമായിരിക്കോ ബെറ്റർ? ഞാൻ ആദ്യം പറയാം, ഇപ്പൊ ഒരു ഫൗണ്ടേഷൻ പോലത്തെ ഒരു കാര്യം യു തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗ് ആണോ ഓൺലൈൻ കോച്ചിങ് ആണോ ബെറ്റർ എന്നുള്ളതാണ്. രണ്ടും ഓക്കെയാണ്. രണ്ടും രണ്ട് കൈൻഡ് ഓഫ് ആൾക്കാർക്ക് ഉള്ളതാണ്. ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ ജനറലി രണ്ട് തരത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന് കോച്ചിങ് തന്നെ അവരെന്നെ സ്കൂൾസ് നടത്താറുണ്ട്. രണ്ട് സ്കൂൾസിൽ കഴിഞ്ഞ് എക്സ്ട്രാ ടൈം വീണ്ടും കോച്ചിങ് നടത്താറുണ്ട്. ആദ്യത്തേതാണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്. കാരണം നിങ്ങൾക്ക് വേറൊരു കണ്ടന്റ് ഒരിക്കൽ പഠിച്ച കണ്ടന്റ് പിന്നെ നിങ്ങൾക്ക് പിന്നെ വീണ്ടും ക്ലാസ് എടുക്കേണ്ടില്ല. മറ്റേ സ്കൂളിൽ നിങ്ങൾ പോയിട്ട് സ്കൂളിൽ ഒന്ന് പഠിക്കുക, വീണ്ടും ഈവനിങ്ങിൽ ക്ലാസ് എടുക്കുക എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്. ഓക്കെ, അപ്പോൾ ഒരു ഹോസ്റ്റലൊക്കെ പോയി നിൽക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗ് ഓക്കെയാണ്. അതിനൊന്നും കഴിയാത്ത വീട്ടിൽ നിന്ന് പഠിക്കണം, അതാണ് എനിക്ക് കംഫർട്ട് എന്ന് തോന്നുന്ന ആളുകൾക്ക് ഓൺലൈൻ കോച്ചിങ് ആണ് ബെറ്റർ. രണ്ടും ഓക്കെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, അപ്പൊ സ്റ്റേറ്റ് ഓഫ് CBSE? ഇപ്പൊ എന്തിനാ പഠിക്കുന്നത്? സ്റ്റേറ്റ് ആണോ CBSE ആണോ? ഇപ്പൊ സ്റ്റേറ്റിലാണ്. ഓക്കെ, ഞാൻ സജസ്റ്റ് ചെയ്യാം സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്യാനാണ്. കാരണം ഡെഫിനറ്റ്ലി CBSE ആണ് ബെറ്റർ. ഓക്കെ, യാതൊരു സംശയവും ഇല്ല. പക്ഷേ 11th-ലും 12th-ലും CBSE ആവട്ടെ സ്റ്റേറ്റ് ആവട്ടെ NCERT ടെക്സ്റ്റ് ബുക്ക് ആണ് ഫോളോ ചെയ്യുക. ഇപ്പൊ നിങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്ക് അല്ലേ ഫോളോ ചെയ്യുന്നത്? CBSE-കാരെ NCERT ഫോളോ ചെയ്യുന്നത് 10th-ല്. ഓക്കെ, അപ്പൊ ഈ 10th-ന്ന് CBSE-കാർക്ക് അടുത്ത ജമ്പ് ഈസി ആയിരിക്കും, നിങ്ങൾക്ക് അത്ര ഈസിയർ ആയിരിക്കൂല. ഓക്കെ, ദാറ്റ്സ് ദ റിയാലിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ ഫൗണ്ടേഷനിലൊക്കെ മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന അതാണ്. കാരണം SCERT സിലബസ് പഠിച്ച് നിങ്ങൾ പെട്ടെന്ന് NCERT-ലോട്ട് പോകാന്നുള്ളത് അല്ലെങ്കിലേ ബുദ്ധിമുട്ടാണ്. അതിന്റെ കൂടെ നിങ്ങൾ CBSE-യുടെ ഒരു ഇവാലുവേഷൻ പാറ്റേണിലോട്ടും കൂടി പോകുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടായി മാറും. അൺഡൂവബിൾ എന്ന് ഞാൻ പറയില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നും പറയില്ല. രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി കംഫർട്ടബിൾ ആണ്, അതിൽ നിങ്ങൾ പഠിക്കാന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ സാർ, അന്നേരം CBSE-യിലായിരിക്കില്ലേ കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിപ്പിക്കുക? നിങ്ങൾ എന്തായാലും കോച്ചിങ്ങിന് പോകണല്ലോ, സ്റ്റേറ്റ് ആയാലും CBSE ആയാലും, അല്ലേ? ശരിയല്ലേ? യെസ് സാർ. ആ കോച്ചിങ്ങിൽ എന്തായാലും ഡീപ്പായി പഠിപ്പിക്കൂലേ? ഓ. ജെയ്ക്കല്ലേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ജെയ്ക്ക് സ്കൂളിനെ മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്തെടുക്കാൻ പറ്റൂലല്ലോ. നമ്മൾ എവിടെയാണോ നല്ല കോച്ചിങ് തരുന്ന നല്ല കോച്ചിങ് നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. എന്തായാലും അവരെ ഡീപ്പായി പഠിപ്പിക്കണ്ടേ? റൈറ്റ്? ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലായില്ലേ? താങ്ക് യു സാർ. ഓക്കെ.